ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണെങ്കിലും അത് അംഗീകരിക്കുമെന്നൊക്കെ തുടക്കത്തിൽ കെ.സി. വേണുഗോപാലും ഒക്കെ പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞു. അതായത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപനം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം കെ.സി. അതാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. അതായത് എന്തായിരുന്നു ഇത് KPCC അല്ല AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പം അതിന് കെ.സി. വേണുഗോപാൽ മറുപടി കൊടുത്ത് വേണമെങ്കിൽ അതും കൂടി വിട്ടു നൽകാമെന്ന്. അപ്പോൾ ഭയങ്കര നിരാശയോടെയാണ് പറഞ്ഞത്. അപ്പം താൻ ആഗ്രഹിച്ച എന്തൊക്കെയോ താൻ വിട്ടുകൊടുത്തു എന്നുള്ള ഒരു നിരാശ കൂടി നമുക്ക് അതിനകത്ത് ആ ഒരു ഉത്തരത്തിൽ കാണാൻ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയല്ല കാണേണ്ടത്. കെ.സി. വേണുഗോപാലിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ശരിക്കും കനത്ത ഒരു തിരിച്ചടി എന്ന് പറയാം. കെ സി ഇവിടെ വന്നിട്ട് നല്ല ഒന്നാന്തരമായിട്ട് മണ്ണ് ഉഴുതു മറിച്ച് കൃത്യമായി വിത്തിറക്കാൻ പറ്റുന്ന എല്ലാ അവസ്ഥയിലേക്കും കൊണ്ടുവന്നിട്ട് അതിന് വേണ്ട പാരിസ്ഥിതികമായ പശ്ചാത്തലമെല്ലാം ഒരുക്കി എന്നുവെച്ചാൽ കിണർ വരെ കുഴിച്ചു വെച്ചു. എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെ ഒരു പണി കെ.സി. വേണുഗോപാലിന് കിട്ടുന്നത്. എന്നാൽ ഇത് വേറെ കെ.സി. അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് കൊടുത്തതാണോ? നമ്മൾ കോമൺ സെൻസ് ചാലിച്ച് നോക്കും. ഇപ്പൊ കെ.സി. വേണുഗോപാലിന് ഉള്ള പ്രാധാന്യത്തെക്കാൾ അപ്പുറം വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് പ്രാധാന്യം അവിടെയുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. കെ.സി. എന്ന് പറഞ്ഞാൽ AICC എന്ന് പറയുന്ന ഇതിന്റെ പരമോന്നതമായ സംഘടനയുടെ ഹൈക്കമാൻഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. അപ്പോൾ ആ കെ.സി. വേണുഗോപാൽ ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് കെ.സിക്ക് പുല്ലുവില അല്ലെങ്കിൽ വിലയില്ലാത്തത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കൂ. ഇപ്പൊ ഹരിയാന കെ.സി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ.സി. സാറാണ്, ഹൈക്കമാൻഡാണ്, AICCയുടെ പിന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ദേശീയ നേതാവ് എന്നുള്ള ഒരു വലിയ പ്രാധാന്യം കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനകത്ത് ആ കെ.സി. വേണുഗോപാലിനെയാണ് ഇവിടുത്തെ കുറെ മറ്റ് കോൺഗ്രസ്സുകാരെല്ലാം അവിടെ കയറി പൊങ്കാലയിടുന്നത്, ഫേസ്ബുക്കിൽ ചീത്ത വിളിക്കുന്നത്, തള്ളക്ക് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പം ഇത് ഈ കെ.സി. വേണുഗോപാലില് ഇവിടെ വെറുതെ സാക്രിഫൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പോലെ ശരി വി.ഡി. സതീശൻ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അതിനാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കെ.സി. വേണുഗോപാൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കെ.സി. വേണുഗോപാലിന് മറ്റെന്തോ ഇതിനേക്കാൾ വലിയൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം എന്തായിരിക്കും ആ ഉറപ്പെന്ന് പറഞ്ഞാൽ, ഇതിനെക്കാട്ടി വലിയൊരു ഉറപ്പ് കേരളത്തിലെ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ AICCയിലെ ചുമതലയുള്ള കെ.സി. വേണുഗോപാലിന് കൊടുക്കും. അപ്പോഴും അവിടെ തന്റെ ആൾക്കാരെ തിരികെ കയറ്റാൻ വളരെ കൃത്യമായി കെ.സി. വേണുഗോപാലിന് അവിടെ സാധിക്കും. കാര്യം 46 MLA-മാരുണ്ട്. ഈ 46 MLA-മാരിൽ തന്നെ അയാൾക്ക് പറ്റിയ ആൾക്കാരെ അവിടെ ചുമതല ഇപ്പം എനിക്കൊന്ന് കെ മുരളീധരൻ അതിൽ ഉൾപ്പെടില്ല. അതേസമയം നമ്മുടെ ചാണ്ടി ഉമ്മൻ അതിനകത്ത് കെ.സി. പക്ഷമാണ്. അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല കെ.സി. പക്ഷമാണ്. അങ്ങനെ പറയുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ ചെന്നിത്തല മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചെന്നിത്തല ഇനി ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതാണ് വേറൊരു സംശയം. വന്നാൽ അദ്ദേഹത്തെ പിന്നെ എന്ത് വിളിക്കണമെന്നുള്ള അറിയത്തില്ല. വന്നില്ലെങ്കിൽ ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവ് എന്നുള്ള പേര് കിട്ടും. കാരണം അനർഹമായ ഒന്നിലേക്ക് ചെന്നിത്തല എത്തില്ല. മിക്കവാറും ചെന്നിത്തലയെ വിളിക്കും, അനുനയിപ്പിക്കും. ചെന്നിത്തലജി ഇത്തവണ പിന്നെ ഇത് നോക്കിക്കോളൂ, ആഭ്യന്തരം നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ നാണമില്ലാതെ ചെന്നിത്തല നോക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ചെന്നിത്തല AICC വിളിച്ച് പറയും. അപ്പം തനിക്ക് വേണ്ടപ്പെട്ടവരെ കൃത്യമായി അതിനുള്ളിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെങ്കിലും കെ.സി. വേണുഗോപാൽ പരിശ്രമിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. അങ്ങനെ വന്നാൽ വി.ഡി. സതീശൻ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാധാന്യം മന്ത്രിസഭയിൽ കുറയാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അക്കാര്യം കെ.സിയുടെ ആൾക്കാരെ കുത്തിത്തിരിക്കുന്നു. ഇനി കെ.സി ഒറ്റയ്ക്കാണോ? അല്ല, കെ.സിക്ക് പിന്നാലെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ടായിരിക്കും കെ.സി അങ്ങനെ നിർത്തിയിരിക്കുന്നത്? കെ.സിക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് മല്ലികാർജുൻ ഖാർഗെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കെ.സി അവിടെ AICCയുടെ വെറും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്ല, AICC അധ്യക്ഷനായി മാറുന്നേ. എന്ന് വെച്ചാൽ പിന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പിന്നെ തലതൊട്ടപ്പനായി മാറാൻ പോവാണ്. അത് ചെറിയ പോസ്റ്റാണോ? അതൊരു ചെറിയ പോസ്റ്റ് അല്ല. ഇത് അങ്ങനെ ചെറിയ മല്ലികാർജുൻ ഖാർഗെക്ക് ഇപ്പൊ അടുപ്പക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായി മാറി. KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന പോലെ AICC അധ്യക്ഷൻ ഇന്ത്യയുടെ മൊത്തമാണ്. KPCC എന്ന് പറഞ്ഞാൽ KPCC അധ്യക്ഷൻ കേരളത്തിന്റെ മാത്രമാണ്.
ആ ഒരു പോസ്റ്റിലേക്ക് പിന്നെ ഇദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഈ പറയുന്ന എല്ലാ സംസ്ഥാനം കോൺഗ്രസ് പാർട്ടിയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ചുമതലയായി അദ്ദേഹത്തിന് മാറും. അങ്ങനെയുള്ള ഒരാളെ സൂചിപ്പിച്ച് നിർത്തേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ആവശ്യമാണോ അല്ലയോ? അതെ, ആവശ്യമാണ്. ഈ ഇവിടെയുള്ള ബാക്കി ഈ വരുന്ന നമ്മുടെ ഈ 46 MLA വിട്ടിട്ട് ബാക്കി വരുന്നൊരു ഈ പിന്നെ ബാക്കി വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഏകദേശം പിന്നെ ബാക്കി കോൺഗ്രസിനകത്ത് വരുന്ന ബാക്കി എണ്ണം ആൾക്കാരുണ്ടല്ലോ, 46 പേരല്ലേ ഉള്ളൂ ഇതിന് കൂടെ, ഏകദേശം ഒരു 10-18 ആൾക്കാർ ഇവർ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്നവരാണ്. അപ്പം അവരും കൂടി എന്ത് ചെയ്യും? ബാക്കിയുള്ള MLA പിന്നീട് ആരുടെ പിന്തുണയിലായിരിക്കും? ആരെ പിന്തുണയ്ക്കും? KC വേണുഗോപാലിന്റെ കൂടെ. കാരണം എന്താ? KC വേണുഗോപാൽ സമുന്നതനായ നേതാവാണ്. പുള്ളി പറയുന്നതായിരിക്കും അവസാന വാക്ക്. പുള്ളിക്ക് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇദ്ദേഹത്തെ ഉപദേശിക്കാൻ പറ്റും, രാഹുൽ ഗാന്ധി ഉപദേശിക്കാൻ പറ്റും, സോണിയാഗാന്ധി ഉപദേശിക്കാൻ പറ്റും, പ്രിയങ്ക വാദ്രയെ ഉപദേശിക്കാൻ പറ്റും. ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റുന്ന ഏറ്റവും സുപ്രീം പോസ്റ്റിലേക്ക് KC വേണുഗോപാൽ പോയി കഴിഞ്ഞാൽ VD സതീശനൊക്കെ ഇദ്ദേഹത്തെ തൊടാൻ കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയിൽ KC വേണുഗോപാൽ മാറുകയാണ്. അപ്പം ഇത് കൂടാതെ കേരളത്തിൽ ശക്തമായി അദ്ദേഹത്തിൻ്റെതായ ഒരു ബെൽറ്റിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പറയട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ബാൻ എടുത്ത് നീക്കാൻ അദ്ദേഹത്തിന് സിമ്പിൾ ആയിട്ട് കഴിയും. KPCC തീരുമാനിക്കാൻ അപ്പുറത്താണല്ലോ AICC നിൽക്കുന്നത്. അദ്ദേഹം നീക്കി കഴിഞ്ഞാലോ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു ഈ പോക്കണ കെട്ടവന്മാരുണ്ട്, അവരും കൂടെ എന്ത് ചെയ്യും? KCയുടെ ഒപ്പം ചേരും. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ഒരു പ്ലേ ഗ്രൗണ്ട് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് തന്നെ KC ഒരുക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന VD സതീശൻ അല്പം ഭയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഈ VD സതീശൻ ഇപ്പം നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിവർഷം ഏകദേശം ഇപ്പം പെൻഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 22,000 കോടി രൂപയിലധികം സംസ്ഥാന സർക്കാരിന് ചെലവും. ഏകദേശം 7,000 ചില്ലാനം കോടിയാണ് ഒരു വർഷം ഈ പറയുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1000 രൂപ കൂട്ടിക്കഴിയുമ്പോൾ അധിക ചെലവായി വരുന്നത്. ഈ 15-ാം തീയതി മുതൽ, നാളെ മുതൽ സ്ത്രീകൾ സ്ഥിരമായി ബസ്സിൽ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം 1.5 കോടി രൂപ പ്രതിദിനം കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പനിക്ക് ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന നഷ്ടം എത്രത്തോളം വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. എത്ര കോടിയാണ്? ഒരു 30 കോടി രൂപ ഒരു മാസമാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്രയാണ്? ഏകദേശം 36,000 കോടി രൂപയാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പൊ അതൊക്കെ എവിടെ പോകും? അപ്പൊ ഇങ്ങനെ വരുന്ന ചെലവുകളുണ്ട്. ഏകദേശം 1,800 കോടി ലോസ്റ്റ് ആണ്, അത് ഇല്ലാതെ പോവാണ്. ഈ 1,800 കോടി ഇവിടെ KSRTCക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ 7,000, 1,800 എന്നൊക്കെ പറയുന്ന പോലെ കണക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഈ അധികപ്പറ്റി വരുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിനകത്തെല്ലാം ഇടങ്കോലിടാൻ ആർക്ക് സാധിക്കും? KCക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണും. ഇത് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നമ്മൾ പഴയ ആർക്കീവ്സ് ഒക്കെ എടുത്ത് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും, ഉമ്മൻചാണ്ടിക്കെതിരായി ഏറ്റവും കൂടുതൽ ആരോപണം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ്. അതായത് ഈ പറയുന്ന സോളാർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അപ്പം ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏറ്റവും വലിയ അഴിമതി നടന്നു എന്ന് ലോകത്തോട് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. നമ്മൾ മറന്നു പോകരുത്. ഒരു പക്ഷെ ചരിത്രത്തിലുള്ള അപ്പം VD സതീശൻ പറഞ്ഞ അത്തരം കാര്യങ്ങൾ ഇനി നാളെ KCയിൽ നിന്ന് ആവർത്തിക്കും. KC വേണുഗോപാൽ നാളെ VD സതീശനെതിരായിട്ട് ഈ പറയുന്ന MLA-മാരെ കൊണ്ട് സംസാരിപ്പിക്കും. മനസമാധാനമായിട്ട് KD സതീശന് ആ കസരയിലിരുന്ന് ഭരിക്കാൻ പറ്റില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ കെൽപ്പുള്ള തലച്ചോറുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. അല്ല, വെറുതെ ഒന്നുമല്ല. KCക്ക് ഒരു ഉറപ്പും കിട്ടാതെ KC വേണുഗോപാൽ ഇതിൽ നിന്ന് പിന്മാറുമോ? അദ്ദേഹത്തിന്റെ ദേഷ്യം അദ്ദേഹം പറഞ്ഞു തീർക്കണ്ടേ? അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരമുണ്ട്. ഈ പറയുന്ന രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയെയും കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ അധികാരമുണ്ടെന്നേ. ആ അധികാരം അദ്ദേഹം പ്രവർത്തിച്ച് നേടിയതല്ല. VD സതീശൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ആരുടെയും പെട്ടി ചുമന്നിട്ടല്ല ഞാൻ അധികാരം ഉണ്ടാക്കിയെടുത്തതെന്ന് VD സതീശൻ KC വേണുഗോപാലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം KC വേണുഗോപാൽ ഈ പറയുന്ന അധികാരം ഉണ്ടാക്കിയെടുത്തത് രാഹുൽ ഗാന്ധിയുടെ പെട്ടി ചുമന്നിട്ടാണ് എന്ന് വ്യക്തം ഇല്ലേ? ഈ അങ്ങനെ പറയുന്ന എല്ലാവരും എങ്ങനെയാണ്? പെട്ടി ചുമന്നിട്ടാണ്. ഈ പിന്നിൽ നിന്ന് പുറം തുടച്ചു കൊടുത്തിട്ടാണ് പലരും കരുണാകരന്റെ ഉത്തമ ശിഷ്യന്മാരായത്. അതുകൊണ്ടാണ് കരുണാകരൻ കിങ് മേക്കർ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്ന് പറയുന്ന പോലെ പലരും ഇനി ഇങ്ങനെ പലതരത്തിലുള്ള കഥകളും പുറത്തേക്ക് വരികയും ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭരണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു വിഷമവൃത്തത്തിലേക്ക് മലയാളികൾ എത്തിപ്പെടുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ ഒരു 6 മാസം കഴിയട്ടെ. 6 മാസം കഴിയുമ്പോൾ മലയാളികൾ തനിയെ പറഞ്ഞു തുടങ്ങും, അയ്യോ പഴയ സർക്കാർ തന്നെ മതിയായിരുന്നു, ഈ ഇത്രയും വലിയ രാഷ്ട്രീയ ആഭാസത്തിലൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് സ്വാഭാവികമായും പൊതുജനം പറഞ്ഞു തുടങ്ങും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാര്യം കോൺഗ്രസിന്റെ ഒരു
ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എപ്പോഴും പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുക. കരുണാകരനെ താഴെ ഇറക്കാൻ കുറച്ച് കാലം വേണ്ടി വന്നു. അത് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ 5 വർഷം മാത്രമേ വേണ്ടി വന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളെ പുറത്താക്കാൻ ഈ 5 വർഷത്തിന് പകരം 5 മാസം മതിയാവും. ആ ഒരു ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചരിത്രത്തിലുള്ളതാണെന്നേ. കെ കരുണാകരൻ വന്നു, അപ്പോഴാണ് തിരുത്തൽവാദം എന്ന് പറയുന്ന ഒരു വലിയ സാധനം ശക്തി പ്രാപിച്ചു വന്നത്. അതിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. നമുക്കറിയാം ചാരക്കേസ് ഉണ്ടായി വന്നത് എങ്ങനെയാണ്. നമ്പിനാരായണൻ അടക്കമുള്ളവർ എത്രയോ കാലം അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. ചാരക്കേസ് ഉണ്ടായി വന്നു. അങ്ങനെ കരുണാകരൻ രാജിവെക്കുന്ന ഒരു ഗതികേടിലേക്ക് എത്തി. തുടർന്ന് ഉമ്മൻചാണ്ടി വന്നു. ഈ ഉമ്മൻചാണ്ടി വീഴ്ത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കേസ് വന്നു. സ്ത്രീ കേസ് തന്നെയായിരുന്നു. ആ ചാരക്കേസ് വന്നത് ചാരവനിത പിന്നെ ഇവിടുത്തെ മറിയ റഷീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാൽദ്വീപ് സ്വദേശിയായ. അപ്പോൾ അവിടെ ഒരു സ്ത്രീയായിരുന്നു. ഇവിടേക്ക് നോക്കിക്കോളൂ, ഇവിടേക്ക് വരുന്നത് പിന്നെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടും ഈ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയില്ലേ, അവിടെയും ഒരു സ്ത്രീയാണ് വന്നത് സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് കെട്ടിച്ചമച്ചതായിരുന്നുവെങ്കിൽ ഇതിനകത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന് കെട്ടിച്ചമച്ചത് തന്നെയാണെന്ന് ഞാൻ പറയും. അത് ബാക്കി കോൺഗ്രസ്സുകാർക്കെല്ലാം പങ്കുണ്ടായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിക്ക് അതിനകത്ത് കെട്ടിച്ചമച്ച ഒന്നായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു. ആ ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി ഇവിടെ ഉണ്ടായ ഒരു അന്ന് തിരുത്തൽവാദമായിരുന്നെങ്കിൽ ഇന്ന് പിന്നീട് ഹരിത MLA മാർ എന്ന് വരുന്ന പേരിട്ടിട്ട് പുതിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അപ്പോൾ അവര് ഉമ്മൻചാണ്ടിയെ 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി. ഇനി വരാൻ പോകുന്ന അത്രയേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നത് ഇനി ഇദ്ദേഹത്തിനെതിരായിട്ട് ഇനി ഏതാണ് കേസ് വരാനുള്ളതെന്നാണ്. ഇനി ഏത് കേസാണ് വി ഡി സതീശനെതിരെ ഉയർന്നു വരാനുള്ളത്? 2 സ്ത്രീകൾ വന്നിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മൊത്തം മാറ്റിമറിച്ച സാഹചര്യമാണ്. ഇനി വി ഡി സതീശൻ അധികാരത്തിലേറി കഴിയുമ്പോൾ ഇനി ഏത് സ്ത്രീയാണ് വരാനുള്ളതെന്ന് മാത്രം നമ്മൾ കാത്തിരുന്ന് കണ്ടാൽ മതി. അതിനുവേണ്ട എല്ലാ നീക്കുപോക്കുകളും ആക്ച്വലി നടത്തിക്കൊണ്ട് പോകാൻ കെൽപ്പുള്ളവർ തന്നെയാണ് ഇപ്പോൾ കയ്യിലുള്ളത്.